ഇനി ഒരു ദിവസം പോലും മുടങ്ങാതെ രാവിലെ എല്ലാ ചെടികൾക്കും വെള്ളം നനച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക്കാണ്. പിന്നെ ഈ ബൊഗേൻവില്ല നനയ്ക്കുമ്പോൾ പൂക്കൾക്കും ഇലകളിലും വെള്ളം വീഴാത്ത രീതിയിൽ വേണം വെള്ളം നനച്ചു കൊടുക്കാൻ. ഡയറക്റ്റ് സൂര്യൻ്റെ വെയിലിരിക്കണോണ്ട് ഡെയിലി നനയ്ക്കുകയും വേണം. എൻ്റെ മിക്ക വീഡിയോസിലും ഈ ഒരു ഏരിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഇരിക്കുന്നത് മുഴുവനും സിങ്കോണിയം പ്ലാന്റ്സ് ആണ്. വർഷങ്ങളായിട്ട് ഇരിക്കുന്ന പ്ലാന്റ്സ് ആണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ലുക്കാണെങ്കിലും ഇതാണ് അവസ്ഥ. ഉള്ളിൽ ഫുള്ള് ഇങ്ങനെ മോശമായിട്ടിരിക്കുക. ഇനിയിപ്പോൾ അത് റീപോർട്ട് ചെയ്ത് ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ചട്ടിയിലാണ് പ്ലാന്റ് നട്ടിരിക്കണേ. അത് വെറുതെ ഈ ഒരു മൺചട്ടിയിൽ ഇറക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ആ ചട്ടിയുടെ പെയിന്റ് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെയല്ലേ ഇരിക്കണേ. ഞാൻ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ്സിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വന്നിരിക്കുന്ന റൂട്ട്സും പ്ലാന്റും കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റി. ഇത് സിങ്കോണിയം വെറൈറ്റി ആയതുകൊണ്ട് എങ്ങനെ മുറിച്ചാലും അത് അടിപൊളിയായിട്ട് പിടിച്ചു വന്നോളും. ഈ ഒരു പഴയൊരു ഭാഗം ഞാൻ കളയണമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും പുതിയ ഇലകളൊക്കെ വന്ന് ഇത് വേറൊരു പ്ലാന്റ് ആയിട്ട് വളർന്നു വന്നോളും. മണ്ണും ഉമിയും ചകിരിച്ചോറും ഒരേ അളവിലെടുത്തിട്ടാണ് ഇതിനും ഞാൻ പോട്ട് മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. കട്ട് ചെയ്തെടുത്ത പ്ലാന്റ് ഡയറക്റ്റ് പിടിപ്പിച്ചു കൊടുക്കുവാണ്. ഒരു 2 ആഴ്ചക്കുള്ളിൽ ഇതും പിടിച്ചു വന്നോളും. എല്ലാ ചെടികളും ഇതുപോലെ മുറിച്ചിട്ട പിടിക്കൊന്നുമില്ല കേട്ടോ. ആറോ കംപ്ലീറ്റ് ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഇനി പതുക്കെ ഓരോന്നായിട്ട് അത് ഇതുപോലെ തന്നെ ചെയ്ത് തീർക്കണം.